നമസ്തേ, ഞാൻ സുബീഷ്. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇസ്ലാമിക ഭീകരവാദം ശക്തം എന്ന ചോദ്യത്തിന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ഉത്തരത്തിൽ ആ ഭീകരവാദം ശക്തം എന്ന് അവർ വിലയിരുത്തുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളവും പശ്ചിമ ബംഗാളും ഒക്കെയുണ്ട്. IS-മായി ബന്ധപ്പെട്ട കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സംസ്ഥാനങ്ങളിലാണ് എന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. IS അൽ ഖ്വയ്ദ ബന്ധത്തിൽ ഈ സംസ്ഥാനങ്ങളിൽ പിടിക്കപ്പെട്ടത് 100-ലധികം പേരാണ്. IS-ൽ മാത്രം പ്രവർത്തിക്കുന്നത് 66 ഇന്ത്യൻ വംശജർ ആണ്. കേരളത്തിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നുമായി NIA പിടികൂടിയത് അൽ ഖ്വയ്ദ ബന്ധമുള്ള 10 പേരെ, IS ബന്ധമുള്ള 164 പേരെ ഈ സംസ്ഥാനങ്ങളിൽ നിന്നായി അറസ്റ്റ് ചെയ്തു. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളെ പ്രകീർത്തിക്കുന്ന റിപ്പോർട്ടിൽ പാകിസ്ഥാൻ ഭീകരവാദത്തിൻ്റെ ഉറവിടമാണ് എന്ന പരാമർശവും ഉണ്ട്. ഇന്ത്യയിലെ ഈ സംസ്ഥാനങ്ങളിൽ ഇസ്ലാമിക ഭീകരവാദം പിടിമുറുക്കുന്നു എന്ന കണ്ടെത്തൽ മോദി ഭരണകൂടത്തിൻ്റെതല്ല. ആ കണ്ടെത്തൽ നടത്തിയത് അമേരിക്കയാണ്. കേരളവും ബംഗാളുമൊക്കെ ഇസ്ലാമിക ഭീകരവാദത്തിന് സുരക്ഷിത താവളമാകുന്നു എന്ന് അമേരിക്ക പറയുമ്പോൾ സംഗതി ഗൗരവമുള്ളതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് കേരളത്തിൽ അത് ശക്തമാകുന്നു? ജനം ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. ഫോർവേഡ് ബ്ലോക്കിൽ നിന്ന് ശ്രീ G. ദേവരാജൻ, മുൻ SP ശ്രീ ജോർജ് ജോസഫ്, അഡ്വക്കേറ്റ് BN ഹസ്കർ, BJPയിൽ നിന്ന് ശ്രീ K. സോമൻ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ആദ്യം ജോർജ് ജോസഫിലേക്ക് പോവുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഈ സമാനമായ വിഷയത്തിൽ കേരളം എത്രത്തോളം മുന്നിൽ നിൽക്കുന്നു, കേരളത്തിൽ ഭീകരവാദത്തിൻ്റെ വേരോട്ടവും തേരോട്ടവും എത്രത്തോളം ശക്തമാണ് എന്നതിനെക്കുറിച്ച് ഇതിനു മുമ്പും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. താങ്കൾ അടക്കമുള്ളവർ സംസാരിച്ചിട്ടുമുണ്ട്. ഇതിപ്പോൾ അമേരിക്കയുടെ കണ്ടെത്തലാണ്. എത്രത്തോളം ഗൗരവമുള്ള ഒന്നായി നാം ഇതിനെ പരിഗണിക്കേണ്ടതുണ്ട്? ശ്രീ ജോർജ് ജോസഫ്, കേൾക്കാമോ? കേൾക്കാം. ഞാൻ ചോദിച്ചത് ഇത് അമേരിക്കയുടെ കണ്ടെത്തലാണ്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഈ ഭീകരവാദത്തിൻ്റെ തേരോട്ടം കേരളത്തിൽ അത് എത്രത്തോളം പ്രകടമാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട്. താങ്കൾ അടക്കമുള്ളവർ സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇത് അമേരിക്ക ഈ രീതിയിലുള്ളൊരു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ട് പുറത്തിറക്കുമ്പോൾ നാം അതിനെ കുറെ കൂടി ഗൗരവത്തിലായി കാണുകയും അത് തിരുത്താൻ ഇനി എന്ത് എന്നതിനെക്കുറിച്ച് കൂടുതൽ ഗൗരവമായി ആലോചിക്കുകയും ചെയ്യേണ്ടതില്ലേ? തീർച്ചയായിട്ടും നമുക്ക് അമേരിക്കയുടെ മാത്രമല്ല UN-ൻ്റെ 26ാമത്തെ റിപ്പോർട്ടിൽ IS-ൻ്റെ ഇന്ത്യയുടെ മുഖമായ ഹിന്ദ് അതിൽ 150-200 പേരോളം സജീവമായിട്ടുണ്ടെന്നൊരു കണ്ടെത്തലുണ്ട്. അതിനകത്ത് വ്യക്തമായിട്ട് അതിൻ്റെ സംഖ്യ പറഞ്ഞിട്ട് 150-200. അതേസമയത്ത് നമുക്ക് ഇതുവരെ ബംഗ്ലാദേശിലെയും അത് പ്രത്യേകിച്ച് കേരളത്തിലെയും തമ്മിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ IS ചേർന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് അമേരിക്കൻ റിപ്പോർട്ടിലും അതുപോലെ നമുക്ക് പടന്നേന്ന് പോയ ഒരാളെ അമേരിക്കയുടെ US-ൻ്റെ ഡ്രോൺ ഉപയോഗിച്ചിട്ട് അഫ്ഗാനിസ്ഥാനിൽ കൊന്നിട്ടുണ്ട് IS-ൻ്റെ. അത് മലയാളിയാണ്. അങ്ങനെ ഒരു അപ്പം അമേരിക്ക കുറച്ച് കൂടുതലായിട്ട് ഇതേപ്പറ്റി പഠിച്ചിട്ടുണ്ട്. പക്ഷേ UN-ൻ്റെ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് കുറേ വിവരങ്ങൾ ഇന്ത്യയെ പ്രത്യേകിച്ച് കേരളത്തെപ്പറ്റി ബംഗ്ലാദേശിനെ പറ്റി പറയുന്നുണ്ട്. ബംഗ്ലാദേശിലെ നമുക്കറിയാം അവിടുത്തെ ഒരു ഈ IS-ൻ്റെ അവരുടെ മുഖമുദ്രയായ ബംഗ്ലാദേശ് ടെററിസ്റ്റ് ഒരു ഓർഗനൈസേഷൻ ജുമാഅത്തുൽ മുജാഹിദീനാണ് ബംഗ്ലാദേശിലെ IS-ൻ്റെ മുഖമുദ്രയുള്ള അവരുടെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ജയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ തോയിബയുടെയും അൽ ഖ്വയ്ദയുടെയും ഘടകങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണൂർ 16 പേരെ കനകമലയിലെ ഒരു ക്യാമ്പ് നടന്നതായിട്ടും NIA വന്ന് 6 പേരെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് കേരളത്തിലെ ഇൻ്റലിജൻസിന് അത് മനസ്സിലായത്.
ആ 16 പേര് ആ ക്യാമ്പിൽ പങ്കെടുത്തെങ്കിലും 6 പേരെ NIA ആ കേസിലെ പ്രതിയാക്കി ശിക്ഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു കാര്യം, തൃക്കരിപ്പൂർ പഠനയിൽ IS ചേർന്നത് ഏകദേശം 17 പേരുകൾ പോയിട്ടുണ്ട്. നമ്മൾക്കിതൊന്നും മറക്കാൻ പറ്റില്ല. 17 നമ്മുടെ കുട്ടികൾ പോയി. അതിലിടയ്ക്ക് ഒരു ഡോക്ടർ ഇജാസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ റഫീലയും പോയി. അതിൽ 4 സ്ത്രീകളാണ് ആ 14 പേരിൽ നമ്മൾ പോയത്. അത് ഇവിടുത്തെ ഇൻ്റലിജൻസിനും അത് NIAക്കും അതുപോലെ UN-നൊക്കെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ആ 17 പേരിലെ 4 പെൺകുട്ടികളും 13 ആണുങ്ങളും 4 ആൺകുട്ടികളും പോയിട്ടുണ്ട്. ആ കൂടെ പോയ ആളാണ് ഒരാളെ ഡ്രോൺ ഉപയോഗിച്ചിട്ട് മലയാളി 24 വയസ്സുള്ള ചെറുപ്പക്കാരനെ അവിടെ ഡ്രോൺ ഉപയോഗിച്ച് US അന്ന് അഫ്ഗാനിസ്ഥാനിൽ IS-ൻ്റെ ആ ക്യാമ്പ് തകർത്തപ്പം കൊന്നിട്ടുണ്ട്. അത് UN-ൻ്റെ റിപ്പോർട്ടും അതുപോലെ തന്നെ US-ൻ്റെ റിപ്പോർട്ട്. അത് US ആണ് ആ ഡ്രോൺ ഉപയോഗിച്ചത്. അപ്പം അതുതന്നെയല്ല, ഇന്ത്യയിൽ നമ്മൾ ഓരോന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കുറച്ചധികം മലയാളികൾ ഒറ്റപ്പെട്ട സിറിയ തുർക്കി അതിർത്തിയിൽ നിന്നും മലയാളിയെ പിടിച്ചിട്ടുണ്ട്. അത് കോയമ്പത്തൂരിലെ ചെന്നൈയിൽ നിന്ന് എവിടെയോ ഒരു കള്ള പാസ്പോർട്ടിൽ ഇയാൾ അത് മലയാളിയായിരുന്നു. ഇയാൾ അവിടെ പോയി സിറിയ തുർക്കിയെ ഇറക്കി വെച്ച് അവർ പിടിച്ചിട്ട് ഇന്ത്യയിലോട്ട് തിരിച്ചയച്ചു. അയാളെ ഡൽഹിയിലെ NIA കോടതിയെ അറസ്റ്റ് ചെയ്ത് അവിടെ അയാളെ ഇപ്പം ശിക്ഷിച്ചിട്ടുണ്ട്. അയാളെ 7 വർഷം തടവിന് ശിക്ഷിച്ചിട്ടുണ്ട്, 73,000 രൂപ പിഴ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മലയാളികൾ ഏകദേശം 10-30 പേരോളം സജീവമായിട്ട് IS ചേർന്ന് കുറേ ഏകദേശം 14 പേര് കൊല്ലപ്പെട്ടിരുന്നാണ് UN-ൻ്റെയും അതുപോലെ US-ൻ്റെയും കണക്ക്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ NIA-യുടെയും കണക്ക് അതാണ്. 14 പേരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പം ബംഗ്ലാദേശിലെ ഒരാളെ നമുക്ക് മൂവാറ്റുപുഴ അവിടെ കോതമംഗലത്തെ ഒരു കടയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് അയാൾ നിന്നിട്ടുണ്ട്. അയാളുടെ ഭാര്യയും മക്കളും ഒക്കെ അവിടെ ഉണ്ട്. അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് 4 കുട്ടികളും ഉണ്ട്. നന്നായിട്ട് മലയാളവും പറയും, നന്നായിട്ട് ബംഗ്ലാദേശിലെ ഭാഷയും പറയും. ഈ രണ്ടും. അപ്പോൾ അയാൾ വർഷങ്ങളായിട്ട് 10 വർഷമായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഈ IS-ൻ്റെ ഒരു അനുഭാവിയും IS-ൻ്റെ ചാരനുമായിട്ടാണ് ഏതായാലും NIA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്ന് പരിശോധിക്കുമ്പം പത്രവാർത്തകളിലെല്ലാം വരുമ്പം നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ തീർച്ചയായിട്ടും ഒരു ചെറിയ അനുഭാവമുള്ള കുറച്ച് കുട്ടികൾ ഇതിനകത്ത് ചാടിപ്പോയിട്ടുണ്ട്. പിന്നീട് ആരും ചാടിയതായിട്ടൊന്നും കാണുന്നില്ല. എന്നാലും ഇതിൻ്റെ തുടക്കത്തിൽ കുറേ കുട്ടികൾ അറിവില്ലാതെ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. 17 പേര് പോയെന്നുള്ളത് കറക്റ്റാണ്. അതിൽ 14 പേരെ കൊല്ലപ്പെട്ടു എന്നുള്ള കണക്കാണ്. ഈ 17 പിന്നെ 27 പേരുടെ ഒരു കണക്കൊക്കെ വരുന്നുണ്ട്. ഏതായാലും ഇവിടെ കുറേ കുട്ടികൾ അവിടെ പോയി കൊല്ലപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. അതിനകത്ത് ബംഗ്ലാദേശിലെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അവരുടെ ഓർഗനൈസേഷനും കേരളത്തിലുള്ള ഇവരുടെ ചില ഘടകങ്ങളും ചേർന്ന് തന്നെ കനകമലയിലൊക്കെ 16 പേരൊക്കെ വന്നതിൻ്റെ കാരണം അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ അവർ പല ആൾക്കാർക്കും ഇപ്പോഴും ഈ ക്യാമ്പുകളൊക്കെ നടക്കുന്നില്ലേ ജോർജ് ജോസഫ്? ഇപ്പോഴും ഈ ഡൽഹിയിലായാലും ശരി ഈ രഹസ്യ സ്വഭാവമുള്ള ക്യാമ്പുകൾ പരിശീലനങ്ങൾ പലയിടത്തും നടക്കുന്നുവെന്നാണല്ലോ റിപ്പോർട്ടുകൾ. ഇപ്പോൾ സമീപകാലത്ത് പത്തനാപുരത്ത് നിന്നുമൊക്കെ അത്തരത്തിലുള്ള വാർത്തകൾ നാം കേട്ടു. അത് ശരിയാണ്. അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. ഇതിന് ശേഷം ആലപ്പുഴയിൽ നിന്ന് ഒരാളെ, കിടങ്ങാമ്പാറയിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. IS ബന്ധമുള്ള ആളാണ്. പത്തനംതിട്ടയിൽ ചില മേഖലയിൽ ട്രെയിനിങ് നടന്നതായിട്ട് വന്നിട്ടുണ്ട്. അതേപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ഈ ഇന്ത്യയിൽ നമ്മൾ ഇത്രയും ചെറുപ്പക്കാർ പോയിട്ട് കേരളത്തിൽ അതിൽ ഒരു 3 പേരെ ഇവിടുത്തെ ഇൻ്റലിജൻസ് ട്രേസ് ചെയ്തതാണ്. അപ്പോൾ ഈ 14 പേരിൽ 3 പേരെ ട്രേസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 11 പേരെ NIA-യുടെ കണ്ടുപിടുത്തമാണ്. ഏതായാലും കേരള പോലീസിലെ ഇൻ്റലിജൻസ് കുറച്ചുകൂടെ സജീവമാണ്. കാരണം അടുത്ത കാലത്ത് 2 പെൺകുട്ടികളെ NIA അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന്. ആ പെൺകുട്ടികൾ 2 പേരും ഇതിൻ്റെ സ്ലീപ്പിംഗ് സെല്ലിലെ ആളാണെന്നാണ് പറഞ്ഞത്. അതിൽ 2 പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അപ്പോൾ NIA അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ചില പേരുകൾ ഒക്കെ ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇൻ്റലിജൻസ് കുറച്ചുകൂടെ ശക്തമാകണം. കാരണം ഇവിടുന്ന് പല ആൾക്കാരും പോയെങ്കിലും ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു സ്ഫോടനം കേരളത്തിലെ ഭാഗ്യം കൊണ്ട് ഉണ്ടായിട്ടില്ല. നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ടായിരിക്കാം അത് ഉണ്ടായിട്ടില്ല, അതിലോട്ട് വന്നിട്ടില്ല. അതേസമയത്ത് ഇവിടെ ഉള്ളവരും കോയമ്പത്തൂരുള്ളവരും ചെന്നൈയിലുള്ളവരും ശ്രീലങ്കയുള്ളവരും അവിടെ നമ്മൾ ആലോചിച്ചാണ് 2019 ക്രിസ്മസ് ദിവസം 253 പേരാണ് ആ പള്ളിയിലുള്ളവർ കൊല്ലപ്പെട്ടത്. സ്ഫോടനം IS-ൻ്റെ സ്ഫോടനമാണ്. അത്
കോയമ്പത്തൂരുള്ള ഒരാൾ അതിനകത്ത് ഉണ്ടായിരുന്നു, അപ്പം കേരളത്തിലുള്ള ഒരാളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് ലൈവായിട്ട് സജീവമായിട്ട് ആണ്. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴത്തെ ആ നിലവാരം വന്നപ്പോൾ കുറച്ച് ശക്തി കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോഴും ഒരു IS-ൻ്റെ ഒരു വിഭാഗം അവിടുത്തെ അഫ്ഗാനിസ്ഥാനെ ഇപ്പോഴത്തെ ഉള്ള ഭരണകൂടത്തിലുള്ളവർ എതിരാണെങ്കിലും IS ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അത് പാകിസ്ഥാനിലെ ഒരു ഒരു വിഭാഗം ആൾക്കാർ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് സജീവമാണ്. പക്ഷേ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഇപ്പോൾ അധികമൊന്നും വെളിയിലോട്ട് നമ്മൾ കാണുന്നില്ല. എന്തായാലും കേരളത്തിലും ഇന്ത്യയിലെ ഇതര സ്റ്റേറ്റുകളിലും ഇത് സജീവമാണോ, ഇതിലേക്ക് ആൾക്കാർ ആകർഷിക്കപ്പെടുന്നുണ്ടോ, നേരത്തെ ആകർഷിക്കപ്പെട്ടവർ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ ഇൻ്റലിജൻസ് കൃത്യമായി സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കണം. അക്കാര്യത്തിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി ഇനിയും പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ. കാരണം അടുത്ത കാലത്ത് NIA 2 പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് വീണ്ടും ഇത് സജീവമാണല്ലോ, ഇതിലേക്ക് താല്പര്യമുള്ള ആൾക്കാർ ഉണ്ടല്ലോ എന്ന് ഞാൻ കരുതുന്നത്. യെസ്, ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ വലിയ ഒരു സ്ഫോടനം കേരളത്തിൽ സംഭവിച്ചിട്ടില്ല. അത് നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ടാകാം അങ്ങനെ സംഭവിക്കാതെ പോകുന്നത്. സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ കേരളം കുറെ കൂടി കരുതലും ജാഗ്രതയും ഇക്കാര്യത്തിൽ കാണിക്കേണ്ടതുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ആയിക്കൂടിയാണ് ഈ റിപ്പോർട്ടിനെ നാം മുഖ്യമായും പരിഗണിക്കേണ്ടത്. ശ്രീ കെ സോമൻ, BJP പലപ്പോഴും ആരോപിക്കാറുള്ളത് കേരളത്തിൽ ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ വളരെ ഒരു മൃദു സ്വഭാവം ഇതിനോട് കാണിക്കുന്നു. കേരളത്തിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്താൻ കഴിയാത്ത പലതും NIA വന്ന് കണ്ടുപിടിക്കേണ്ടി വരുന്നു. അപ്പോൾ കേരളത്തിലെ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും വീഴ്ച ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് ആ വീഴ്ചയ്ക്കും പാളിച്ചയ്ക്കും ഉണ്ട് എന്ന് BJP പല ഘട്ടങ്ങളിലും ആരോപിച്ചിട്ടുള്ള ഒന്നാണ്. അതൊക്കെ തന്നെയാണോ ഇതിനൊക്കെ കാരണം? ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ ഞാനത് ആവർത്തിക്കുന്നു, വലിയ ഒരു സ്ഫോടനം കേരളത്തിൽ സംഭവിച്ചിട്ടില്ല. ഇനി അത് ഉണ്ടാകണം എങ്കിലേ കുറെ കൂടി ഗൗരവത്തോടുകൂടി ഭരണകൂട സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുകയുള്ളൂ എന്നാണോ നാം കരുതേണ്ടത്? ശ്രീ സുബീഷ്, ഈ വിഷയം വലിയ ഉത്കണ്ഠയോടെയും നൊമ്പരത്തോടും മാത്രമേ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വലിയ അമ്പരപ്പ് ഏതൊരു ദേശസ്നേഹിയുടെ മനസ്സിലും ഉണ്ടാക്കും, വലിയ ഉത്കണ്ഠയുണ്ടാക്കും എന്നുള്ളത് വസ്തുതയാണ്. ഇവിടെ ബഹുമാനനായ ശ്രീ ജോർജ് ജോസഫ് സാർ പറഞ്ഞതിനും അപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നാം കാണാതെ പോകരുത്. ഇപ്പോൾ ഏറ്റവും അവസാനം പാലക്കാട് സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യാൻ വന്ന പോലീസിന് ഉണ്ടായ നമ്മുടെ നാട്ടിലെ അനുഭവം, അത് നമ്മൾ ഈ സന്ദർഭത്തിൽ കാണാതെ പോകരുതല്ലോ. നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള വാട്സപ്പ് ഹർത്താല്, അത് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ചെറുതും വലുതുമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പരിശോധിക്കുമ്പോ ഇന്ന് പുറത്തു വന്നിട്ടുള്ള ഈ അമ്പരപ്പിക്കുന്ന റിപ്പോർട്ട്, അതിന്റെ ആഴം കൂടുതലാണ്. അത് കൂടുതൽ ഉത്കണ്ഠയോടെ ആശങ്കയോടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇവിടെ പിടിക്കപ്പെട്ടവര് കേരളത്തിലെ കുറ്റാന്വേഷണ ഏജൻസികൾ പിടിക്കപ്പെട്ടവരല്ല. ദേശീയ അന്വേഷണ ഏജൻസികളോ മറ്റ് സംസ്ഥാനങ്ങളിലെ നടന്നിട്ടുള്ള സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ ഏജൻസികളോ അന്വേഷിക്കുന്ന സമയത്താണ് ഇവിടെ ഇത്തരം ആളുകൾ പിടിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇത്തരം തീവ്രവാദ, ഭീകരവാദ, ദേശവിരുദ്ധ ശക്തികളോട് എന്നും മൃദു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ ഒരു 5-6 വർഷക്കാലമായി വലിയ ശക്തിയോടെ തുടരുകയാണ് എന്ന് നമ്മൾ കാണേണ്ടി വരും. വാഗമണ്ണിലെ ക്യാമ്പ് ചർച്ച ചെയ്യേണ്ടതല്ലേ? ഈ വാട്സപ്പ് ഹർത്താൽ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് SDPIയുടെ കരുനാഗപ്പള്ളിയിലെ റീജിയണൽ ഓഫീസ് റെയ്ഡ് ചെയ്യാമെന്ന പോലീസിനെതിരെ വലിയ സന്നാഹങ്ങളോടെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. പത്തനാപുരത്തെ പാടത്ത് ആയുധശേഖരം കണ്ടെത്തിയ സമയത്ത് അവിടേക്ക് BJPയുടെ സംസ്ഥാനത്തെ പ്രമുഖരായ നേതാക്കന്മാരെ പ്രവേശിക്കാൻ പോലും അനുവദിക്കാതിരുന്നത് കേരളത്തിന്റെ പോലീസാണ്. അതുകൊണ്ട് ഇവിടെ ഈ സംഭവങ്ങൾ വളരെ നിശബ്ദമായി നടക്കുന്നുണ്ട്. വളരെ ഉറങ്ങിക്കിടക്കുന്ന
തീവ്രവാദ മനസ്സുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവ സംരക്ഷിക്കപ്പെടുകയാണ്. കേരളത്തിന്റെ ബഹുമാനനായ DGP ആണല്ലോ വിരമിക്കുന്നതിന്റെ തലേ ദിവസം ഇവിടെ സ്ലീപ്പിംഗ് സെല്ലുണ്ട് എന്ന് പറഞ്ഞത് കേരളത്തിന്റെ മുൻ DGP ആണ്. അത് ചർച്ച ചെയ്യപ്പെടാതെ പോയി. ആ നിലയിൽ ഭരണത്തിൽ ഇരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സഹായത്തോടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ ശക്തികൾ ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും അവരുടെ കൂടിച്ചേരലുകളും അനസ്യൂതം നടക്കുന്നുണ്ട് ഇപ്പോഴും എന്നത് ഈ വസ്തുതയുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് വലിയ നൊമ്പരവും അമ്പരപ്പും ഉത്കണ്ഠയും ഉളവാക്കുന്നതാണ്. ശരി ഞാൻ ശ്രീ കെ സോമൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജി ദേവരാജൻ, ഈ റിപ്പോർട്ട് ഒരു പശ്ചാത്തലമായി നമുക്ക് സ്വീകരിക്കാം. ഈ റിപ്പോർട്ട് വരുന്നതിന് മുൻപും ഇതേ വിഷയത്തിൽ നമ്മൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഭീകരവാദം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഇപ്പോൾ ഈ പാനലിൽ ഉള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അത് അംഗീകരിച്ച് തന്നിട്ടുള്ളതുമാണ് പല ഘട്ടങ്ങളിൽ. കേരളം നടുക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് സുരക്ഷിതമായ ഒരു താവളമായി മാറുന്നു. രഹസ്യ ക്യാമ്പുകൾ പലയിടത്തും ആവർത്തിക്കപ്പെടുന്നു. ഇപ്പോൾ ഭീകരാക്രമണം അല്ലെങ്കിൽ ഭീകര സ്വഭാവമുള്ള കൊലപാതകങ്ങൾ കേരളത്തിൽ ഇപ്പോൾ അടിക്കടി ഉണ്ടാകുന്നു. ഇപ്പോൾ ഏറ്റവും അടുത്ത് സംഭവിച്ച വെട്ടിക്കൊന്ന് കാൽ ഊരിയെടുത്ത് ആഹ്ലാദ പ്രകടനം നടത്തി ചുഴറ്റിയെറിയുന്നു. അത്തരം ദൃശ്യങ്ങളൊക്കെ കേരളത്തിൽ നാം കാണുകയാണ്. ഭയം തോന്നുന്നു കേരളത്തിൽ ജീവിക്കാൻ എന്ന് പല സാംസ്കാരിക പ്രവർത്തകരും പറയുന്നു. എന്തുകൊണ്ട് ഈ പട്ടികയിൽ നമ്മുടെ കേരളവും ഇടം പിടിക്കുന്നു? റിപ്പോർട്ട് ലോക ടെററിസത്തെ സംബന്ധിച്ച്, ഭീകരവാദത്തെ സംബന്ധിച്ച് അമേരിക്ക പുറത്തുവിട്ട റിപ്പോർട്ടിൽ അത്ഭുതമുള്ള വസ്തുതയൊന്നും ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി നിങ്ങൾ എന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന, ഇന്ത്യ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം ഇന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീകരവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നു. ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് എന്റെ ഇന്ത്യൻ ഒറിജിൻ 66ഓളം സംഘടനകൾ വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതും അതിൽ ഒരാളിനെ പോലും തിരികെ ഇന്ത്യയിലേക്ക് അയച്ചിട്ടില്ലെന്നും ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയില് ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുവാൻ സംസ്ഥാന കേന്ദ്ര പോലീസുകൾക്ക് കഴിയുന്നുണ്ട് എന്ന പരാമർശവും ഈ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മുടെ പോലീസും അല്ലെങ്കിൽ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനവും ഒക്കെ അക്കാര്യത്തിൽ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വേറെ ആരെങ്കിലും പറഞ്ഞാലേ നമുക്ക് ബോധ്യമാകൂ എന്നുള്ള ഒരവസ്ഥ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. എന്റെ അഭിപ്രായത്തിൽ ഭീകരവാദത്തിനും ക്രൂരതയ്ക്കും മനുഷ്യത്വമില്ലായ്മയ്ക്കും ഒന്നും മതമില്ല. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് വെട്ടി കൊലപ്പെടുത്തി കാലും മുറിച്ച് വലിച്ചെറിയുക എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ക്രൂരത നടത്തുവാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ യുവ മനസ്സുകൾ എങ്ങനെ പരിവപ്പെട്ടു എന്നുള്ളത് കൂടി നമ്മൾ സാമൂഹികമായി ആലോചിക്കേണ്ട വസ്തുതയാണ്. എന്തുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ട് തന്നെ ഭീകരവാദികളുടെയോ അല്ലെങ്കിൽ ദേശവിരുദ്ധ ശക്തികളുടെയോ സാമൂഹ്യ വിരുദ്ധ ശക്തികളുടെയോ കൈകളുടെ ഉപകരണങ്ങളായി നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാർ മാറുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അത് ഏത് മതത്തിലാകട്ടെ, ഏത് സംഘടനയിലാകട്ടെ, ഏത് ഗൂണ്ടാ പകയുടെയോ ഗൂണ്ടാ സംഘങ്ങളുടെയോ പേരിലാകട്ടെ, എന്തുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങനെ നൈമിഷികമായ വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളിലേക്ക് വഴുതി വീഴുന്നത് എന്നുള്ളത് നമ്മൾ കണ്ട് തിരുത്തപ്പെടേണ്ടതോ അല്ലെങ്കിൽ നമ്മളത് പഠന വിഷയമാക്കി അത് ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട വിഷയവുമാണ്. മാത്രവുമല്ല, ഇന്ന് രാവിലെ കൂടി നമ്മൾ കേട്ട വാർത്ത എന്താണ്? ഭാര്യയുടെ അല്ലെങ്കിൽ കാമുകിയുടെ ദേഹത്തേക്ക് മണ്ണെണ്ണ ഒഴിക്കുക, കത്തിക്കുക, എന്നിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുക. നിത്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. ചെറുപ്പക്കാരികളായ ആളുകൾ ആത്മഹത്യയിലേക്കും പരസ്പരം കൊല ചെയ്യുന്ന തരത്തിലേക്കും ഒക്കെ മാറുന്ന ഒരു സാമൂഹ്യ മനസ്സ് എങ്ങനെയാണ് കേരളത്തിൽ രൂപപ്പെട്ടത്? അതിനീ പറഞ്ഞതുപോലെ ഭീകരവാദത്തിന്റെയോ മതതീവ്രവാദത്തിന്റെയോ ഒന്നും പരിവേഷം കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൽ എന്തോ ഒരു വലിയ കുഴപ്പം, അതായത് പ്രതിസന്ധികളെ നേരിടുവാനുള്ള ശക്തി കുറയുന്ന അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം തർക്കമറ്റതാണ്. അതുകൂടി ഇതിന്റെ ഭാഗമായി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. മറ്റൊന്ന്, നമ്മളിപ്പോ ഈ പോയിന്റിൽ ഈ വിഷയത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ തകർക്കപ്പെട്ടതിന് ശേഷം ലോകത്തെമ്പാടും നടന്നിട്ടുള്ള ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യ സജീവമായി പങ്കെടുക്കുന്ന ഒരു രാജ്യമാണ്.
അത് ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും ലോകത്ത് മനുഷ്യ സമൂഹത്തിന് ദോഷകരമായി പ്രവർത്തിക്കുന്ന എല്ലാ ഭീകരവാദ സംഘടനകൾക്കുമെതിരായി എല്ലാവരും ഒറ്റക്കെട്ടാകണമെന്നുള്ള ഐക്യരാഷ്ട്ര സഭയുടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൺവെൻഷനുകൾ അനുസരിച്ചാണ് രാജ്യങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നിയന്ത്രിക്കുന്നുമുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് പോലെ എന്നാൽ അമേരിക്കയുടെ തന്നെ സഹായം വാങ്ങിച്ച് അമേരിക്കയുടെ തന്നെ ഒരു ആശ്രിത രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഇതിന്റെയൊക്കെ കേന്ദ്രമായി മാറുന്നു എന്നുള്ള വാർത്ത കൂടി നമ്മൾ കാണാതെ പോകരുത്. അപ്പൊ നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടൊന്നുമല്ല അമേരിക്ക ഇപ്രകാരം പറയുന്നത്. അമേരിക്കയ്ക്ക് അവരുടേതായ താല്പര്യമുണ്ട്. ആ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ താല്പര്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം വഷളാക്കി നിലനിർത്തുക എന്നുള്ളത് അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കലുകളും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകളും സാമ്രാജ്യത്വ ശക്തികൾ എല്ലാ കാലത്തും നടത്തിയിട്ടുണ്ട്. ഇന്ത്യയെപ്പോലൊരു മഹാരാജ്യത്തിന് അയൽപ്പക്ക ബന്ധങ്ങളൊക്കെ തന്നെ വിള്ളൽ ഉണ്ടാക്കുക എന്നുള്ളത് ഈ സാമ്രാജ്യത്വ അജണ്ടയുടെ ഭാഗം കൂടിയാണ്. അതിന്റെ കൂടി പരിശ്രമ ഫലമായി അല്ലെങ്കിൽ അതിന്റെ കൂടി ഫലമായിട്ടുള്ള വാർത്തകളും കെട്ടിച്ചമച്ച റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. അതിന്റെ അർത്ഥം ഈ പറഞ്ഞ റിപ്പോർട്ട് കെട്ടിച്ചമച്ചതാണെന്നോ ഈ റിപ്പോർട്ട് ഫേക്ക് ആണെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അമേരിക്ക കണ്ടെത്തിയ നിഗമനങ്ങൾ തെറ്റാണെന്നോ ഒന്നും ഞാൻ വാദിക്കുന്നില്ല. അതൊക്കെ ഗവൺമെന്റും അതിന്റെ ഏജൻസികളും ഒക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് 2020 ഉള്ള അന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ടുള്ള പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ അതിനുശേഷം അതായത് ഈ കൊറോണ കോവിഡ് ഒക്കെ വന്നതിന് ശേഷമുള്ള അന്താരാഷ്ട്ര യാത്രാ വിലക്കുകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇതിനൊക്കെ വലിയ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ ഇപ്രകാരമുള്ള കൊടുക്കൽ വാങ്ങലുകൾ അതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നേരത്തെ ശ്രീ സോമൻ സൂചിപ്പിച്ചതുപോലെ വാട്സാപ്പിലൂടെ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള അഭിപ്രായ പ്രകടനങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ സ്വരൂപണങ്ങളോ അല്ലാതെ വളരെ ഫിസിക്കലായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ലോകവ്യാപകമായി തന്നെ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. പക്ഷെ അതോടൊപ്പം തന്നെ ശ്രീ ജി ദേവരാജൻ, സമൂഹ മാധ്യമങ്ങളുടെ കാര്യം താങ്കൾ സൂചിപ്പിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ അത് ശക്തമായി തുടരുകയും ചെയ്യുന്നു. ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ സാമൂഹികമായ സമ്പർക്കമൊക്കെ കുറഞ്ഞതുകൊണ്ടായിരിക്കാം, പുറമേക്ക് പ്രകടമല്ല എങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ അത് വളരെ ശക്തമായി തുടരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബിപിൻ റാവത്ത് മരിച്ചപ്പോൾ പോലും നോക്കൂ, ആ മരണത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് പല പ്രതികരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വരികയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും അക്കാര്യം പറയുകയും ചെയ്തു. അല്ല, അതിനൊന്നും നമുക്ക് യാതൊരു കാരണവശാലും നമുക്ക് ഈ രാജ്യത്തോട് കൂറുള്ള ആളുകൾക്ക് ആർക്കും അംഗീകരിക്കപ്പെടാവുന്ന പരാമർശങ്ങളോ പ്രവൃത്തികളോ അല്ല ഈ പറഞ്ഞ രീതിയിൽ 14 നമ്മുടെ ധീര സൈനികർ, അതായത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്ന നമ്മുടെ പഴയ ഭാഷയിൽ പറഞ്ഞ രാജ്യത്തിന്റെ സർവ്വ സൈന്യാധിപൻ ഇപ്രകാരമുള്ളൊരു അപകടത്തിൽ മരിക്കുക, അതിൽ നമുക്ക് എല്ലാവർക്കും ദുഃഖമുള്ളതാണ്. അതേസമയം തന്നെ ആ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നതോടൊപ്പം തന്നെ ഇപ്രകാരം ഒരു അപകടം ഉണ്ടാകാനുണ്ടായ കാരണത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ടല്ലോ. അത് നമ്മൾ കാണാതെ പോയിട്ടും കാര്യമില്ല. അത്തരമൊരു സംഭവത്തെ നമ്മൾ എല്ലാവരും അതീവ ദുഃഖത്തോടുകൂടി കാണുകയും ഈ നഷ്ടപ്പെട്ട ജീവനുകൾക്ക് പകരം വെക്കാൻ ജീവനുകളില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഇത് മഹാന്മാരായ അല്ലെങ്കിൽ ധീരന്മാരായ ഈ പടയാളികളുടെ ഈ അകാല ചരമത്തിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരെ സല്യൂട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇപ്രകാരം ഒരു അപകടം ഉണ്ടായത് ആരുടെയെങ്കിലും ഒരു ഭാഗത്തെ വീഴ്ച കൊണ്ടാണ് എന്നുള്ള തർക്കം ഉയർന്നു വന്നാൽ അഥവാ അങ്ങനെ ഒരു സംശയം ഉയർന്നു വന്നാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താനും കഴിയില്ല. അതും ഈ പറഞ്ഞതുമായി ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ്. ശരിയായ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ വസ്തുതകൾ അറിയാനുള്ള ഒരു ആകാംക്ഷയുടെ പേരിലൊക്കെയുള്ള ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് അത്തരം ആരോഗ്യപരമായ അന്വേഷണങ്ങളൊക്കെ ആകാം. പക്ഷേ അത് സൈന്യത്തെയും അല്ലെങ്കിൽ രാജ്യത്തെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറുമ്പോഴാണ് പ്രശ്നം. ഞാൻ 8 മണിക്ക് മുമ്പ് എനിക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട് എന്നതുകൊണ്ട് മാത്രം ഞാൻ ശ്രീ ജി ദേവരാജൻ ഇടപെടുകയാണ്. നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചെത്താം. അഡ്വക്കേറ്റ് BN ഹസ്കറിലേക്കും ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. വീണ്ടും ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് BN ഹസ്കർ, കേരളം വല്ലാതെ മാറി എന്നത് നടുക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതൊരുപക്ഷെ രാഷ്ട്രീയമായും അതിനേക്കാൾ ഉപരി മനഃശാസ്ത്രപരമായും പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പലപ്പോഴും ആ മാറ്റത്തിൻ്റെ ഭീകരത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെയാണ് കേരളം അറിഞ്ഞിട്ടുള്ളത്. ആശയപരമായി എതിർപ്പുള്ള ഒരാളെ 51 വെട്ടുവെട്ടി ഇല്ലാതാക്കിയ സംസ്ഥാനമാണ് കേരളം.
തങ്ങൾക്കിഷ്ടപ്പെടാത്ത ഒരു പരാമർശം ചോദ്യക്കടലാസിൽ ഉൾപ്പെടുത്തിയതിൻ്റെ പേരിൽ ഒരു അധ്യാപകൻ്റെ കൈവെട്ടി മാറ്റിയത് കേരളത്തിലാണ്. ഭീകരവാദ സ്വഭാവമുള്ള പല ക്യാമ്പുകൾ കേരളത്തിൽ സമീപകാലത്തും അതിനു മുമ്പും ഒക്കെ നടക്കുകയുണ്ടായി. ഇനി ഭീകരവാദം വിട്ടുകൊണ്ടുള്ള കൊലപാതകങ്ങളിലേക്ക് വന്നാലോ? നിന്നെ എനിക്കിഷ്ടമല്ല എന്നൊരു പെൺകുട്ടി പറഞ്ഞാൽ ഉടൻ തന്നെ ആ പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ചോ അല്ലെങ്കിൽ കത്തി കൊണ്ട് കുത്തിയോ ഒക്കെ വെട്ടിക്കൊല്ലുകയാണ്. അങ്ങനെയുള്ളൊരു നാടായി കേരളം മാറുന്നു. ഏറ്റവും ഒടുവിൽ ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക, എതിരാളിയെ വീട്ടിൽ കയറി വെട്ടി കാൽ വെട്ടിമാറ്റി ആ കാൽ ഉയർത്തി ആഹ്ലാദ പ്രകടനം നടത്തി വലിച്ചെറിയുന്നതും നാം ഈ അടുത്ത് കാണുകയുണ്ടായി. അപ്പോൾ ഈ കൊലപാതകങ്ങളിൽ, ആത്മഹത്യകളിലൊക്കെ നേരത്തെ ശ്രീ ജി ദേവരാജൻ പറഞ്ഞതുപോലെ യുവമനസ്സുകളുടെ വൈകാരികമായ, വളരെ അപക്വമായ, അപകടകരമായ പ്രതികരണങ്ങളായി നമുക്ക് മനഃശാസ്ത്രപരമായി തന്നെ വിലയിരുത്താം. പക്ഷേ ഈ ഭീകരവാദ സ്വഭാവമുള്ള കേസുകളിലോ അത് വല്ലാതെ വർദ്ധിക്കുന്നു കേരളത്തിൽ. BJP പറഞ്ഞതുപോലെ അത് ഈ ഭീകരവാദ സ്വഭാവമുള്ള, തീവ്ര സ്വഭാവമുള്ള സംഘടനകളോട് ഭരണകൂടം ഐക്യപ്പെടുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ്. വിഷയം പുതിയ ലോകക്രമത്തിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റം. ആ മാറ്റമാണ് ഇപ്പോ യുവാക്കൾക്കിടയിൽ ഇത്തരം ഏതെങ്കിലും അക്രമ സംഭവങ്ങളിലേക്കോ അതുപോലെ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കോ ഒക്കെ തന്നെ മാനസിക വൈകല്യം വരുന്ന തരത്തിലേക്ക് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും. സ്വാഭാവികമായും അത് അംഗീകരിച്ചുകൊണ്ട് വേണം നമുക്കെപ്പോഴും ഒരു വിഷയത്തെ സമീപിക്കാൻ. ആ വിഷയത്തിന്റെ മെറിറ്റ് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും അത്തരം സാഹചര്യങ്ങളും കൂടി നാം ഇതിലേക്ക് ലോകത്താകമാനം ഭീകരവാദം അതിന്റെ പാരമ്യതയിലെത്തിയിരുന്നപ്പോഴാണ് വേൾഡ് ട്രേഡ് സെന്ററിനെ ആക്രമിക്കുന്നതിനടക്കമുള്ള ഏറ്റവും സുശക്തമായ പോലീസിങ്ങും അതുപോലെ സുശക്തമായ സൈനികവും സേവനവും ഉണ്ടായിരുന്ന അമേരിക്കയുടെ സ്ഥിരാകേന്ദ്രത്തിലാണ് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചത്. സ്വാഭാവികമായും അമേരിക്ക അതിനുശേഷം ലോകത്താകമാനം നടക്കുന്ന തീവ്രവാദ പ്രവർത്തനം ജാഗരൂകമായി നോക്കിക്കാണും. പക്ഷെ കേരളത്തിന്റെ സാഹചര്യങ്ങൾ അന്ന് വളരെ കൃത്യമായി ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവെന്നുണ്ടെങ്കിൽ 1970-കളിൽ നിന്നും 2020-ലേക്കുള്ള കേരളത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് സ്വാഭാവികമായും വലിയ ഒരു മാറ്റം കേരളത്തിന് സംഭവിച്ചു. 70-കളിൽ വളരെ കൃത്യമായി യുവാക്കൾ ഏറ്റെടുത്തിരുന്ന രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ അവരുടെ സമരമുറകൾ ഒക്കെ തന്നെ മാറ്റി. ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് പ്രൊഫസർ നരേന്ദ്രപ്രസാദിന്റെ പടിയിറങ്ങി പോകുന്ന ഉണ്ണികൾ എന്ന് പറയുന്ന ഒരു ലേഖനമുണ്ട്. അന്നത്തെ ആധുനികതയുടെ കാലഘട്ടത്തിലെ കഥകളെയും നോവലുകളെയും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പഠനത്തിന്റെ ഭാഗമായി പറയുന്നത് അന്ന് യുവാക്കൾ വീടുകളിൽ നിന്ന് പടിയിറങ്ങി പൊതു നന്മയ്ക്കായി പ്രവർത്തനങ്ങളിലേക്ക് പോകും. എന്നാൽ ഇപ്പോ നമുക്ക് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് യുവാക്കൾ അവരവരിലേക്ക് ചുരുങ്ങിപ്പോകും. സ്വാഭാവികമായും ആ ചുരുങ്ങിപ്പോകലിന്റെ അവസ്ഥയിൽ കൃത്യമായി ഇത്തരം അപജയങ്ങളൊക്കെ തന്നെ സംഭവിക്കും. തന്നെ മറന്ന് പൊതുസമൂഹത്തിന് വേണ്ടി ഇറങ്ങുന്ന സാഹചര്യത്തിലാണ് ഇത്തരം കൃത്യമായി ഒരു സാമൂഹിക ക്രമം രൂപപ്പെടുത്താൻ കഴിയും. പക്ഷെ ഇവിടെ ഇപ്പോ അത് സംഭവിക്കുന്നില്ല എന്ന് വളരെ ദുഃഖത്തോടുകൂടി അല്ലെങ്കിൽ വളരെ വേദനയോടുകൂടി തന്നെ സ്വയം വിമർശനപരമായി തന്നെ നമുക്ക് സമ്മതിക്കേണ്ടി വരും. അല്ല ബി എൻ ഹസ്കർ, അത് ആ വാദം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അതോടൊപ്പം ആ യുവാക്കൾ രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുകയാണ്. അവരിലേക്ക് തെറ്റായ വിവരങ്ങൾ എത്തുന്നു, അവർ തെറ്റായ വഴിയിലേക്ക് നയിക്കപ്പെടുകയാണ്. രാഷ്ട്രീയപരമായി ഒരു പ്രോസസ്സിംഗ് നടന്നാൽ, രാഷ്ട്രീയപരമായി കൃത്യമായ ഒരു പഠനം നടന്നാൽ നിശ്ചയമായും ഒരാൾക്ക് വഴിതെറ്റാനാവില്ല. അങ്ങനെ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അന്ന് സൂചിപ്പിച്ചിട്ടുള്ള പല സംഭവങ്ങളും ഏറ്റവും ഒടുവിലായി നടന്നിട്ടുള്ള ഇന്ന് രാവിലെ ദേവരാജനൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള വിഷയവും അടക്കം ഇന്ന് രാവിലെ നടന്നിട്ടുള്ള കൊലപാതകം അടക്കം അല്ലെങ്കിൽ കൊലപാതക ശ്രമം അടക്കം ഒന്നും സംഭവിക്കില്ല. കാരണം കൃത്യമായി ഈ യുവാക്കളെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട്. അത് നാം സമ്മതിച്ചേ പറ്റും. ഏത് രാഷ്ട്രീയ പക്ഷേ ഈ തെറ്റായ രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്നവരുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് ഇവരെ എളുപ്പം വഴിതെറ്റിക്കാനാവുന്നതും അവരെ അതിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ സാധിക്കുന്നതും. അതിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ?
അല്ല, അങ്ങനെ നമുക്ക് ഒരിക്കലും അങ്ങനെ വിമർശിക്കാനാവില്ല. കാരണം കേരളത്തിൽ അത്തരം ഒരു എക്സ്ട്രീമൈൻഡ് ആയിട്ടുള്ള നിലപാടെടുക്കുന്ന അല്ലെങ്കിൽ തീവ്രപരമായി അഡ്വക്കസി ഉള്ള യുവാക്കളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം സംസ്ഥാനത്തിന്റെ അല്ല, അവർ കാണുന്നത് ഇപ്പോൾ ഈ തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ പലയിടത്തും പ്രാദേശികമായി അധികാരത്തിലെത്തുന്നു. അവരുമായി CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രാദേശികമായി അങ്ങനെ ഒരു നയപരമായ തീരുമാനമോ ധാരണയോ ഒന്നും സംസ്ഥാന തലത്തിൽ ഉണ്ടാകണമെന്നില്ല. പക്ഷെ പ്രാദേശികമായി പലയിടത്തും അത്തരത്തിലുള്ള ധാരണകൾ, ഐക്യപ്പെടലുകൾ രൂപപ്പെടുന്നു. അപ്പോൾ മുന്നിൽ കാണുന്നത് ഇതാണ്. തീവ്ര സ്വഭാവമുണ്ട് എന്ന് കോൺഗ്രസും BJPയും ഒക്കെ ആരോപിക്കുന്ന സംഘടനകളുമായി CPM പോലുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഐക്യപ്പെടുന്ന കാഴ്ച ഈ യുവമനസ്സുകൾ കാണുമ്പോൾ സ്വാഭാവികമായും ആ റിക്രൂട്ടിങ്ങിന് ഇവർ വിധേയരായി പോകുന്നു. അല്ല, അങ്ങനെ രാഷ്ട്രീയപരമായി ചില ഘട്ടങ്ങളിൽ ചില തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചില അടവ് നയങ്ങൾ ഒരുപക്ഷെ പ്രാദേശികമായി എവിടെയെങ്കിലും ഒക്കെ എടുത്തിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ഒരിക്കലും രാഷ്ട്രീയപരമായി CPIMന്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെയോ നിലപാടായി നമുക്കതിനെ കാണാൻ കഴിയില്ല. അല്ല, അവിടെ ഈ നിലപാടെന്ന് പറയുന്നത് ഞാനതാണ് സൂചിപ്പിച്ചത്. സംസ്ഥാന തലത്തിൽ ഒരുപക്ഷെ അങ്ങനെ നയപരമായ ഒരു തീരുമാനമോ നിലപാടോ ഉണ്ടാകണമെന്നില്ല. പ്രാദേശികമായ അടവ് നയങ്ങളായിരിക്കാം ഒരുപക്ഷെ. പക്ഷേ ആ അടവ് നയങ്ങൾ അടവിനോടൊപ്പം വളരെ അപകടകരവുമാണ് എന്ന തിരിച്ചറിവിലേക്ക് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എത്തിച്ചേരണ്ടേ? അത് CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും തങ്ങൾ ആരുമായാണോ കൂട്ടുകൂടുന്നത്, തങ്ങൾ ആരുമായാണോ ഐക്യപ്പെടുന്നത്, അത് ശരിയല്ല. അത് വളരെ ആപൽക്കരമായ ഒരു മെസ്സേജ് യുവാക്കളിലേക്ക് സംക്രമിക്കപ്പെടുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിവ് ആദ്യം ആർക്കാണ് വേണ്ടത്? അത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കല്ലേ വേണ്ടത്, ഹസ്കർ? അല്ല, നിശ്ചയമായും അത്തരം തീവ്രവാദ സ്വഭാവമുള്ള അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവത്തിലേക്ക് ചായ്വ് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി കൃത്യമായി അകലം പാലിക്കേണ്ടത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വം. അത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമായി എടുക്കപ്പെടേണ്ട ഒന്നാണ്. കൃത്യമായി അത്തരം ഒരു അകലം പാലിച്ചേ മതിയാകും. ഒരു തരത്തിലും ആ അകലം പാലിക്കാതിരിക്കുന്നത് സാമൂഹിക പരിക്രമണത്തിന് കൃത്യമായി അപകടം ഉണ്ടാക്കും. ശരി, ഒറ്റ മിനിറ്റ്, ഞാൻ ഹസ്കറിലേക്ക് തിരിച്ചെത്താം. അങ്ങനെ ഒരു അകലം പാലിക്കൽ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ടോ ശ്രീ കെ സോമൻ? ഈ വിഷയത്തിൽ ഏറെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ബഹുമാനനായ ശ്രീ ദേവരാജൻ വളരെ താത്വികമായിട്ടുള്ള ഒരു അവലോകനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നത്. ഇവിടെ നമ്മുടെ സൈനിക സംയുക്ത മേധാവി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള പ്രചരണങ്ങളിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളയാൾ ഇന്നും സർക്കാരുമായി ബന്ധപ്പെട്ട പ്രധാന ചുമതലയിൽ ഇരിക്കുകയാണ്. ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവില്ല. നമ്മുടെ ധീരന്മാരായ സൈനികരും സംയുക്ത സൈനിക മേധാവിയും മരണമടഞ്ഞ് രാജ്യമാകെ ദുഃഖത്തിൽ കഴിയുമ്പോ ചിരിക്കുന്ന സ്റ്റിക്കറുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് അന്വേഷിക്കാനും കണ്ടെത്താനും നടപടി സ്വീകരിക്കാനും ഒരു സമീപനവും ഇവിടെ നിലവിലിരിക്കുന്ന സർക്കാർ സ്വീകരിച്ചിട്ടില്ല. അതിനെയൊക്കെ തള്ളിപ്പറയുന്ന കാര്യങ്ങളിൽ ബഹുമാനായ ശ്രീ ദേവരാജനൊക്കെ സ്വീകരിക്കുന്ന ഒരു മൃദുവായ വാക്കുകളുണ്ടല്ലോ, അങ്ങനെയല്ലല്ലോ കാര്യങ്ങളെ വിലയിരുത്തുന്നത്. ഈ കേരളവും കണ്ടിട്ടുള്ളത്, ഈ നാട് കണ്ടിട്ടുള്ളത് അങ്ങനെയല്ല. അതുകൊണ്ട് ഇതിനെ താത്വികമായിട്ടല്ല കാണേണ്ടത്. ഇവിടെ യുവത വഴിതെറ്റുന്നു എന്ന് പറയുമ്പോ ആ യുവതയെ വഴിതെറ്റിക്കാനും ദേശവിരുദ്ധമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകാനും നാടിനെതിരായി പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പരിശീലനം നൽകാനും വേണ്ടി പരിശ്രമിക്കുന്നത് ആരാണ്? അത്തരം സംഘടനകൾക്ക് സാമ്പത്തിക സഹായം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ടോ? അത് സംബന്ധിച്ച് പഠനം നടക്കുന്നുണ്ടോ? അത് സംബന്ധിച്ച് പരിശോധന നടക്കുന്നുണ്ടോ? ഇവിടെ ഏറ്റവും അവസാനം നമ്മുടെ രാജ്യം ദുബായില് പാകിസ്ഥാനോട് ക്രിക്കറ്റ് കളിയിൽ തോറ്റപ്പോ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നമ്മുടെ നാടിന്റെ തെരുവില് അരങ്ങേറിയത് നാം കണ്ടല്ലോ. അതിനെ തള്ളി പറയാൻ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളുടെ പേരിൽ നടപടി സ്വീകരിക്കാൻ ഒന്നും തന്നെ സർക്കാരോ പോലീസോ തയ്യാറായില്ല എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. ഇത് മൃദുവായി കാണേണ്ട, താത്വികമായി കാണേണ്ട ഒരു പ്രശ്നമല്ല. നമ്മുടെ യുവതയെ നാടിനെതിരായി ചിന്തിപ്പിക്കുന്നവർ ഈ നാട്ടിലുണ്ട്. അവർ സംഘടിതരാണ്. അവരുടെ സമ്പത്ത് ശക്തമായ അടിത്തറയിൽ പടുത്തുയർത്തപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതിനെ മൃദുവായി താത്വികമായി കാണേണ്ടതല്ല. ഇത് ഗൗരവത്തോടെ കണ്ടുകൊണ്ട് നമ്മുടെ നാടിനെതിരായി നിൽക്കുന്ന ശക്തികൾ സംരക്ഷിക്കപ്പെടുന്നു. അതാരാണ്?
ഭരണത്തിലിരിക്കുന്നവരാണോ പ്രതിപക്ഷമാണോ ആരായാലും അത് അപലപനീയമാണ്, അനുവദിക്കപ്പെടാൻ പാടില്ലാത്തതാണ് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ അകലം പാലിക്കുന്നതിനെ സംബന്ധിച്ച് ബഹുമാനനായ ശ്രീ അസ്കർ സൂചിപ്പിക്കുകയാണ്. ഡിസംബർ മാസം 6-ാം തീയതി പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങൽ പഞ്ചായത്ത്, ആ കോട്ടാങ്ങൽ പഞ്ചായത്തിൽ ഒന്നും അറിയാത്ത പിഞ്ചു കുട്ടികളെ തടഞ്ഞു നിർത്തി ഞാൻ ബാബറി എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചവരെ ഒന്ന് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ അസ്കർ ഇടതുപക്ഷ നിരീക്ഷകനായി ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് അങ്ങയോടുള്ള ഒരു അഭ്യർത്ഥന, അങ്ങയുടെ പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്, കോട്ടാങ്ങൽ പഞ്ചായത്ത് ഭരിക്കുന്നത്. ആരുടെ പിന്തുണയോടെ? SDPIയുടെ പിന്തുണയോടെ. എന്താണ് അവിടുത്തെ സാഹചര്യം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPM-ന് കോട്ടാങ്ങൽ പോലെയുള്ള ഒരു കുഞ്ഞു പഞ്ചായത്ത്, 13 വാർഡാണ് അവിടെയുള്ളത്. 5 മെമ്പർമാർ CPM ആണ്, 5 മെമ്പർമാർ BJP ആണ്, 2 മെമ്പർമാർ കോൺഗ്രസ് ആണ്, ഒരാളാണ് SDPIയുടേതായിട്ടുള്ളത്. ആ ഒരാളുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് കോട്ടാങ്ങൽ പഞ്ചായത്ത് CPM ഭരിക്കുമ്പോ അവിടെ ഡിസംബർ മാസം 6-ാം തീയതി പാവപ്പെട്ട കുട്ടികൾ, പിഞ്ചു കുട്ടികൾ, ഒന്നും അറിയാത്ത കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവർ പോവുകയാണ്. ഈ കോവിഡ് കാലത്തിന് ശേഷം വിദ്യാലയം തുറന്ന സന്തോഷത്തിൽ അവർ സ്കൂളിലേക്ക് പോകുമ്പോ അവരെ സ്കൂൾ കവാടത്തിൽ തടഞ്ഞു നിർത്തി ഞാൻ ബാബറി എന്ന സ്റ്റിക്കർ പതിച്ചവർക്കെതിരായി ഇടതുപക്ഷം എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? അവരെ തള്ളിപ്പറയാൻ, അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, മിനിമം ആ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്, CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണല്ലോ. നിങ്ങൾ എന്ത് സമീപനമാണ് അസ്കറെ സ്വീകരിച്ചിട്ടുള്ളത്? നിങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇപ്പോൾ ബഹുമാനായ ശ്രീ ദേവരാജൻ ചേക്കേറിയിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ നാട്ടിൽ മത തീവ്രവാദ സംഘടനകളെയും അതിന്റെ പ്രവർത്തനത്തെയും എല്ലാ കാലവും സഹായിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും പരസ്യമായും പല സന്ദർഭങ്ങളിൽ രഹസ്യമായിട്ടും. പത്തനംതിട്ട നഗരസഭയിൽ നിങ്ങൾ ഈ തീവ്രവാദ സ്വഭാവമുള്ള പ്രസ്ഥാനത്തിന്റെ പിന്തുണ വേണ്ട എന്ന് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എവിടെയും നിങ്ങൾ അകലം പാലിച്ചിട്ടില്ല. അകലം പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ദേശവിരുദ്ധതയുടെ ചേരിയിൽ നിങ്ങൾ കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് ഈ നാട്ടിൽ അസ്വസ്ഥതയും അപകടവും ക്ഷണിച്ചു വരുത്താൻ നിങ്ങൾ സഹായിക്കുന്നു. നിങ്ങളുടെ സമീപനം അതാണ് എന്നുള്ളത് ശരി. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവും ഇത്തരം സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളോട് അകലം പാലിക്കണമെന്ന അഡ്വക്കേറ്റ് BN ഹസ്കറിൻ്റെ പരാമർശത്തിന് K. സോമൻ നൽകുന്ന മറുപടി ഇതാണ്. രാജ്യം മറ്റൊരു രാജ്യത്തോട് തോൽക്കുമ്പോൾ, ഇന്ത്യ പാകിസ്ഥാനോട് തോൽക്കുമ്പോൾ പാകിസ്ഥാൻ്റെ വിജയത്തിൽ ആഹ്ലാദിക്കുന്നത്, രാജ്യത്തിൻ്റെ സർവ്വ സൈന്യാധിപൻ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുമ്പോൾ അതിൽ സന്തോഷിക്കുന്നത്, അതും ഭീകരപ്രവർത്തനമാണോ? അതും രാജ്യവിരുദ്ധതയാണോ? ഹസ്കറിനും G. ദേവരാജനും പറയാൻ മറുപടി ഉണ്ടാകും. ഞാൻ തിരിച്ചെത്താം ജോർജ് ജോസഫ് സാറിലേക്ക് കൂടി ഇടവേളയ്ക്ക് ശേഷം.